ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവരുടെ സങ്കടം അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞനിയത്തിയും കൂടെ ഉണ്ട്. ആ കുഞ്ഞിനെങ്കിലും നാളെ സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയട്ടെ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 8 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഒരുപാട് സങ്കടപ്പെട്ടതാണ് ആ വാർത്ത കണ്ടിട്ട്. ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും കൺമുന്നിൽ നിന്ന് പോയിട്ടില്ല. ശരിക്കും അതൊരു അടച്ചുറപ്പില്ലാത്ത ഒരു വീടായിരുന്നു. ഒരു വാതിലോ ശരിക്കും ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ശോചനീയമാണ്. കാരണം ആ വീടിൻ്റെ പുറകുവശത്താണെങ്കിലും നിറച്ച് പള്ളയും ഇതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുകയൊക്കെയാണ്. ചിലപ്പോൾ ആ വഴികൾ കൂടി ആയിരിക്കാം ഈ പറയുന്ന പാമ്പ് കയറി വന്ന് ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തത്. ഒരു വീടിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ 1 വർഷം മുൻപ് ഒരു അപേക്ഷ കൊടുത്തതാണ്. പക്ഷേ ഇതുവരെയായിട്ടും അത് സാങ്ഷനോ അതിൻ്റെ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തുടക്കം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ്, അതായത് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ടോണി അച്ചായൻസ് അല്ലെ. ടോണി അച്ചായൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് പാവപ്പെട്ടവരെ ജീവിതം രക്ഷപ്പെടുത്തിയ ഒരു വലിയൊരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് മുടക്കി അദ്ദേഹം വീട് വെച്ചു കൊടുക്കുകയും അല്ലാതെ ധനസഹായം ചെയ്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ടോണി അച്ചായൻ. ടോണി അച്ചായൻ ഒരു മടിയും ഇല്ലാതെ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തത്. കുറെ പേര് അച്ചായനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവരും കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇടുന്നവരും എല്ലാവരും തന്നെയുണ്ട്. പക്ഷെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തന്നെ പറയണം അല്ലെ. അച്ചായൻ ആ വീട് സന്ദർശിക്കുന്ന കുറച്ച് രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ വീടിന്റെ അവസ്ഥയും നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെയാണ്, ചെറിയ ഷെഡാണ്. 6 പേരടങ്ങുന്ന ഒരു കുടുംബം ഇവിടെയാണ് താമസിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നിരുന്നേനെ. ഈ അവസ്ഥ അവർക്കുണ്ടാവില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവരുടെ സങ്കടം അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞനിയത്തിയും കൂടെ ഉണ്ട്. ആ കുഞ്ഞിനെങ്കിലും നാളെ സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും 10 ലക്ഷം രൂപ കൊടുത്ത് അടച്ചുറപ്പുള്ള ഒരു വീട് പണിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. അവർക്ക് വലിയ ആശ്വാസമായി. ആവണം. ഇനി പഞ്ചായത്തിലേക്ക് 1 വർഷം മുമ്പ് വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നതാണ്. ഒന്നും ആയില്ല. ഓക്കെ അന്ന് സംഭവിച്ചിരുന്ന ഒരു പക്ഷേ പോകാതെ. ഓക്കെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയാൻ വൈകിപ്പോയി. ഒരു വർഷം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനെ. എല്ലാ കുടുംബങ്ങളിലും പോകുന്ന പോലെ തന്നെ വന്നിരുന്നത്. പക്ഷെ അറിയാൻ വൈകിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി ഇളയ കുഞ്ഞിനെങ്കിലും സുരക്ഷിതമായി, അല്ലെങ്കിൽ ഈ വല്യമ്മ എല്ലാവരും അടങ്ങുന്ന 6 പേരെ സുരക്ഷിതമായിട്ട് ആ കുടുംബം വീട്ടിൽ കഴിയാനേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ എമൗണ്ട് കൈമാറിയത്. കേട്ടോ. ഇപ്പോൾ വലിയ ആൾക്കാർ വന്നതിന് സന്തോഷമുണ്ട്. സഹായം പ്രതീക്ഷിക്കാത്തതിന് വലുതായിട്ടുള്ള രീതിയിൽ സഹായിച്ചു. ഈ വീടിന് വേണ്ടി 1 വർഷം മുമ്പ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നതാണല്ലേ? പഞ്ചായത്തിൽ കൊടുത്തിരുന്നായിരുന്നു. ഇപ്പോൾ അവർ തിരക്കിയപ്പോൾ അതിൻ്റെ അപേക്ഷ ഇന്നലെയാണ് ബ്ലോക്കിലോട്ട് ചെന്നതെന്ന് പറയുന്നത്. കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഇന്നലെയാണ് ബ്ലോക്കിലോട്ട് ചെന്ന്. അപ്പോൾ അതിൽ എന്തോ അമ്മയുടെ ആധാറിൻ്റെ എന്തോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് റെഡി ആയി കൊടുക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. നേരത്തെ തന്നെ അവർക്ക് സഹായം ലഭിച്ചിട്ട് നമുക്ക് വീടും പ്രശ്നം ഉണ്ടാകാതെ പോയി കിട്ടിയതന്നെ. അടച്ചുറപ്പുണ്ടായിരുന്നവരാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോഴാണെങ്കിലും അവർ കൃത്യ ട്രീറ്റ്മെൻറ്റ് ഭാഗത്താലും വീഴ്ച സംഭവിച്ചല്ലേ? എന്താണെന്ന് അറിയത്തില്ല. അവരെ പരിചയക്കുറവാണ്. അവർ ഒരു ഇമ്പോർട്ടൻ്റ് കാണിച്ചില്ല. ആ ഒരു ഇത് ചിറയൻകീഴ് സ്വദേശി അച്ചായൻ ചെയ്ത ഈ കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു സ്പോട്ടിൽ പോയി കൊടുക്കാന്നൊക്കെ പറയണത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെ ആർക്കൊക്കെ മനസ്സിലാകും എന്നറിയത്തില്ല. ഇപ്പൊ തന്നെ മറ്റ് യൂട്യൂബേഴ്സ് ഇറങ്ങുമായിരിക്കും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട്, ഇതിലും പല കളികളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമായിരിക്കും. പക്ഷെ അച്ചായൻ ഈ ചെയ്ത കാര്യം ഒരുപാട് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ പ്രാർത്ഥന അച്ചായൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ കുടുംബത്തിനെ മാത്രമല്ല, അച്ചായനെ സ്നേഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എല്ലാം അച്ചായൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും കാറിലിരുന്ന് മറ്റും കുറ്റം പറയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒന്ന് കൈവറക്കും ആരുടെ ആണെങ്കിലും. കാരണം ഇത്രയും രൂപയൊക്കെ അല്ലേ. എന്തായാലും അച്ചായൻ ആ കുടുംബത്തിനോട് കാണിച്ച വലിയ മനസ്സിന് ഒരുപാട് നന്ദി.